വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്ത്യൻ സൊസൈറ്റിയിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു പുണ്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. സുപ്രീം കോടതി ഇതിന് പറഞ്ഞിട്ടുള്ളത് രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഡിവോഴ്സ് കൂടിക്കൂടി വരികയാണ്. എന്നാൽ കോടതി പറയുന്നത് ഡിവോഴ്സിനല്ല ആൾക്കാർ വരുന്നത് ഡിവോഴ്സ് ചെയ്യുമ്പോൾ എത്ര കോമ്പൻസേഷൻ, നഷ്ടപരിഹാരമായിട്ട് എത്ര തുക കിട്ടുമെന്ന് അന്വേഷിച്ചാണ് ഒട്ടുമിക്ക പേരും വരുന്നത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി അതിന്റെ പരം പറഞ്ഞിട്ടുള്ളത് ഈ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം എന്നുള്ള കാര്യം വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് വേറൊരു മാർഗവും ജീവിക്കാനില്ലാത്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഇത് പലരും ജീവിക്കാൻ, അതായത് ഗവൺമെന്റ് ജോലി ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ആൾക്കാർ അടക്കം ഈ ഒരു നിയമത്തെ ചൂഷണം ചെയ്യുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പാർലമെന്റ് മാത്രമല്ല, സുപ്രീം കോടതി മുതലുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക കോടതികളും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് ഒക്കെ ഇറക്കാറുണ്ട്. എന്നാൽ കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം കോടതി പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോണിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട്, ക്യാഷ് എന്നൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഫേക്ക് കേസസ് ഹസ്ബൻഡിന്റെ പേരിലും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ റിലേറ്റീവിന്റെ പേരിലൊക്കെ ഒരുപാട് ഫേക്ക് കേസസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കോടതി പറഞ്ഞിട്ടുള്ളത് വിവാഹം എന്ന് പറയുന്നത് ഒരു പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അതുപോലെ തന്നെ കണക്കാക്കപ്പെടുകയും അതുപോലെ തന്നെ ഇങ്ങനത്തെ നിയമങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുകയും ചെയ്യണമെന്നാണ് കോടതി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ another video. Okay, thank you.